ഈ വിശുദ്ധമാവുന്നതായ ഈ ആശയങ്ങൾ, അതുപോലെ തന്നെ ഈ ആദർശങ്ങൾ, ഈ നിലപാടുകൾ, ഈ അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന ഏതെങ്കിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ അടിസ്ഥാനമായി സ്ഥിരപ്പെട്ട ആചാരങ്ങൾ, അതിനെ ആരെതിർത്താലും അതിന് ഞങ്ങൾ എപ്പോഴും എതിർക്കും. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലക്ഷ്യം. എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിവിടെ വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ ഭൗതികമായ നിലക്കുള്ള ചില സഹായങ്ങളും ചിലപ്പോൾ നമുക്ക് ആവശ്യമായി. അത് ചില ഭൗതികമായ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ പണം കൊണ്ടുള്ള സഹായമാണ്. ആ സഹായിച്ചവർക്ക് ചിലപ്പോൾ അത് ഭൗതികമായ ഒരു സഹായം മാത്രമല്ല, അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ ലഭിക്കപ്പെടുകയും ചെയ്യും. ചിലത് വേറെ ചില ഭൗതികമായ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരേണ്ടി വരും. അതിന് നമുക്കിവിടെ അത് ചെയ്യണവരെ നമുക്ക് ആവശ്യമാണ്. അതാണ് എല്ലാ ആളുകളോടും നമുക്ക് പറയാനുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും വേണ്ടില്ല, ഏത് മതത്തിൻ്റെ ഉടമകളായാലും വേണ്ടില്ല, എല്ലാവരും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സഹായിക്കുകയും സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് ആവശ്യമാവുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു തരാം. വെറും മുസ്ലിങ്ങളെ ആത്മീയമായി ഉദ്ധരിക്കുക മാത്രമല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതാണിപ്പോൾ വോട്ട് രേഖപ്പെടുത്തണം. വോട്ട് ലിസ്റ്റിൽ പേരില്ലാതുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ശ്രദ്ധിക്കണം. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിൻ്റെ യഥാർത്ഥ രൂപം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മഹത്തുക്കളാവുന്ന മശായിഖന്മാർ രൂപീകരിച്ചതായ സ്ഥാപിച്ച ഒരു സംഘടന. യഥാർത്ഥ രൂപം എന്ന് പറയാൻ കാരണം വിശുദ്ധ ദീനിനെ വികൃതമായും കൊണ്ട് ദീനാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പല സംഘടനകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സംഘടനകൾ അവരോട് ബന്ധപ്പെട്ട അവരവതരിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്കത് നമ്മുടെ ഹൃദയത്തിലേക്ക് വേഗം അത് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരും. അതല്ല യഥാർത്ഥ ദീൻ. യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനാവുന്ന മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമായ ഈ പൂർണ്ണമായ നീതിപൂർവമുള്ള സാദിഖത്താവുന്ന ഈ ശരീഅത്ത്, ആ ശരീഅത്തിനെ അവതരിപ്പിച്ചു കൊടുത്തു. ആ ശരീഅത്ത് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ലഭിക്കപ്പെട്ടാലേ അത് ദീനാവും. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം ദീന എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ദീൻ ഇസ്ലാമാണ്. അത് മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞ സർവ്വ അമ്പിയാക്കന്മാരും അടിസ്ഥാനപരമായി അൽ അംബിയാവു ഔലാദു അല്ലാത്തുന്ന അവരൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവരും ഇവിടെ പ്രബോധനം ചെയ്തത് ഈ അടിസ്ഥാനപരമായി ഈ അഖീദയാണ്. അത് അമ്പിയാക്കന്മാർ തമ്മിൽ ആ വിഷയത്തിൽ യാതൊരു എതിർപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ശരീഅത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ആ ശരീഅത്ത് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ശരീഅത്തും ആ ശരീഅത്ത് തന്നെ ഒരു നബിൻ്റെ ശരീഅത്തായിക്കോളന്നില്ല മറ്റൊരു നബിക്ക്. ആ ഒരു നബിൻ്റെ ശരീഅത്തിനാവാം വേറൊരു നബിക്കും കുറച്ച് കാലങ്ങൾ ആ നബിൻ്റെ വഫാത്തിൻ്റെ ശേഷം ആ ശരീഅത്ത് നിലനിൽക്കുക. അത് ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയ്ക്കുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്ത് അത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ അത് നിലനിൽക്കേണ്ട കാലം വരെ അത് നിലനിൽക്കേണ്ടതാണ് ആ ശരീഅത്ത്. അത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം അങ്ങനെ തന്നെ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂന. ഈ വിശുദ്ധമാവുന്ന ശരീഅത്ത് അഥവാ നമ്മളിന്ന് ഉൾക്കൊള്ളുന്ന ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ അഖീദകളെയും ഈ അതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്നതായ ഹക്കാമുകളെയും അതിനോട് ബന്ധപ്പെട്ടതായ ആചാരങ്ങളെയൊക്കെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചു. വഇന്നാ ലഹു ലഹാഫിളൂൻ, അതിവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണത്. അതിന് ദുർബലപ്പെടുത്തപ്പെടേണ്ടതായ ഒരു സമയം ഇല്ലാന്നാണ്.
റസൂലുള്ളാഹിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്ത് അത് ദുർബലപ്പെടുത്തപ്പെടാൻ പാടുള്ളതല്ല. ഇനി ഏതെങ്കിലും ഒരു നബി വന്ന് ആ നബിക്ക് ഒരു ശരീഅത്ത് അല്ലാഹു അവതരിപ്പിച്ച് ആ നബി മുഖേന ദുർബലപ്പെടുത്തപ്പെടാൻ ഒരു നബി ഇവിടെ വരാൻ പാടില്ല എന്ന ആ വാക്കിൻ്റെ അർത്ഥം. ഈ ശരീഅത്ത് ഇവിടെ നിലനിൽക്കേണ്ടത് കാലികമായ ശരീഅത്താണ്, ഏത് കാലഘട്ടത്തിലും യോജിച്ചതായ ശരീഅത്താണ്, ഇത് പൂർണ്ണമായ ശരീഅത്താണ്, ഇത് പൂർണ്ണമായി നീതിയുള്ള ശരീഅത്താണെന്നാണ്. അപ്പം അതിവിടെ എന്നും അത് നിലനിൽക്കണം. അത് നിലനിൽക്കണം. അതിനെ നിലനിൽക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായിരുന്നു മഹാന്മാരാവുന്ന സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അവരങ്ങനെയാണ് ചെയ്തത്. സ്വഹാബത്തിൽ നിന്ന് മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന സ്വഹാബത്ത് ഉണ്ടായിരുന്നു. ആ സഹാബത്തിന് ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുജ്തഹിദാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ എനിക്ക് മദ്ഹബുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ മുജ്തഹിദായിരുന്നു, മൂപ്പർക്ക് മദ്ഹബുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മുജ്തഹിദാണ്. അങ്ങനെ പലരും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, ഇവരൊക്കെ മുജ്തഹിദീങ്ങളാവുന്ന സഹാബത്തായി. അവരെ മദ്ഹബുകളെ ഇജ്തിഹാദിന് കഴിയാത്ത സഹാബത്ത് അവരെ മദ്ഹബുകളാണ് പിൻപറ്റിയത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്തത് അല്ലെങ്കിൽ ഏകകണ്ഠമായി പറയപ്പെടാത്ത സംഗതികൾ അതിൽ നിന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുജ്തഹിദാവുന്ന ഒരു ഇമാമിൻ്റെ സഹായം വേണ്ടിവരും. അതിന് കഴിയുന്ന ആളുകൾക്ക് അത് വ്യംഗ്യമായി പറയപ്പെട്ട മസായിലുകളാണെങ്കിൽ അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടതൊക്കെ ആണെങ്കിൽ എല്ലാ വിഷയത്തിനെ പറ്റി പറയപ്പെട്ടിട്ടുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അപ്പോൾ അവർ മനസ്സിലാക്കിയതനുസരിച്ച് അത് മനസ്സിലാക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് സഹാബത്തിൽ നിന്നുള്ള പലരും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ചില ആളുകൾ ചില വിഷയത്തിൽ അവരങ്ങനെ നിന്നു. മറ്റു ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് സ്വീകരിച്ചു. അപ്പോൾ ഈ മദ്ഹബ് എന്നൊക്കെ പറയുന്നത് പിന്നീടുണ്ടായ ഒന്നല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ശേഷം സഹാബത്തുകൾക്ക് മദ്ഹബുകൾ ഉണ്ടായിരുന്നു. ആ മദ്ഹബുകളെ അതിന് ആ ഒരു അവസ്ഥയിലെത്താത്ത മുജ്തഹിദീങ്ങളല്ലാത്ത സഹാബത്ത് അത് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധമാവുന്ന ഈ ദീൻ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതായ അത് മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിനാണ് 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 4 നൂറ്റാണ്ട് വിശുദ്ധമായ നൂറ്റാണ്ടാണെന്ന് പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ ആ 3 or 4 നൂറ്റാണ്ടിൽ അമൽ ചെയ്ത ആ നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരുടെ അവർ മനസ്സിലാക്കിയതും അവർ പറയുന്നതൊക്കെ വിശുദ്ധമാവുന്നതായ ദീൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 3 നൂറ്റാണ്ടിനെ അല്ലെങ്കിൽ 4 നൂറ്റാണ്ടിലൊക്കെ ഉത്തമമായ നൂറ്റാണ്ടായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. അങ്ങനെയല്ലേ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അപ്പോൾ ആ 3 നൂറ്റാണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം. മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ തന്നെ അവരെ മുവത്ത ഇമാം മാലിക്കലി പല മസ്അലകൾക്കും ബഹുമാനപ്പെട്ടവർ ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞത്, അതിൻ്റെ ലക്ഷ്യം പറഞ്ഞത് ഹദീസ് കൊണ്ടല്ല അല്ലെങ്കിൽ ഖുർആനിൻ്റെ വാക്യങ്ങളെ കൊണ്ടല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് അന്നത്തെ കാലത്തുള്ള ആ നല്ല നൂറ്റാണ്ടിലുള്ള ആളുകൾ അമൽ ചെയ്ത അമലാണ് മൂപ്പര് പറഞ്ഞത്. ചില മസലകൾ പറഞ്ഞിട്ട് ആ മസലകൾക്ക് ലക്ഷ്യം പറഞ്ഞത് എന്താ? ഹാക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫഅലൂൻ. മദീനക്കാർ ഇങ്ങനെയാണ് ചെയ്തത്, മദീനക്കാർ അങ്ങനെയാണ് ചെയ്തത്. അതാണ് ഈ 3 അല്ലെങ്കിൽ 4 നൂറ്റാണ്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിക്കാൻ കാരണം. ആ 3 or 4 നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിലുള്ള ജനങ്ങൾ ചെയ്തതായ അമലുകളും അവർക്കുള്ളതായ ആചാരങ്ങളൊക്കെ അത് ദീനിൽ തെളിവാണ്. അപ്പോൾ മഹാന്മാരാവുന്നതായ മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിനെ പിൻപറ്റണം. 1. ഈ 4 നൂറ്റാണ്ടിലുള്ള ആളുകൾ ചെയ്തത് അത് ഈ ദീനിൽ അത് തെളിവാണ്. മാത്രമല്ല മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെ മദ്ഹബുകൾക്ക് അടിസ്ഥാനമായി കൊണ്ടിട്ട് അവർ സ്വീകരിച്ചത് ഖുലഫാഉൽ അർബഅത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഫത്വകളും അവരുടെ മതവിധികളൊക്കെയാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് അലൈക്കും ബി സുന്നത്തി എന്ന് പറഞ്ഞ് മതിയാക്കിയില്ലല്ലോ. സുന്നത്തിൽ ഖുലഫാഇൽ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനങ്ങൾ, അവർക്കുള്ളതായ മറ്റ് ഫത്വകൾ, ഇതൊക്കെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് തങ്ങളും ഇമാം ഷാഫിഈ തങ്ങളും ഇമാം അബൂ ഹനീഫ തങ്ങളൊക്കെ
അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അടക്കമുള്ള മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് അവർ യഥാർത്ഥത്തിൽ ഈ 4 അയിമ്മത്തിൻ്റെ ഈ 4 ഖുലഫാഇൻ്റെ ഭരണകാലത്തുള്ള വിധികൾ അവർ പരിശോധിച്ചു, അവരുടെ തീരുമാനങ്ങൾ അവർ പരിശോധിച്ചു, അവർക്കുള്ളതായ ഫത്വകൾ പരിശോധിച്ചു. അതിനും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ മദ്ഹബുകൾ അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലക്കുള്ള ഈ ആശയങ്ങൾ യാതൊരു വള്ളിക്കും പുള്ളിക്കും കേടുപറ്റാതെ ഇവിടെ സൂക്ഷിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിനാലൂല ആഫിദൂൻ, അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനം അള്ളാഹു ആവുന്ന ഞാൻ ഉണ്ടാക്കി തീർക്കും. ആ സംവിധാനമാണ് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ അനുസരിച്ച സംവിധാനങ്ങളായിരിക്കും. മുൻകഴിഞ്ഞ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാരുടെ കാലഘട്ടത്തിൽ അവർ മാത്രമായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ഓരോ രാജ്യത്തും ഒരു ഇമാമ് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഒരു പ്രദേശത്തുണ്ടായാലേ അവർ മതിയായിരുന്നു. അത് മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അവരൊരു ഉമ്മത്തായിരുന്നു, ഒരാൾ വ്യക്തിയാണെങ്കിലും ഒരു ഉമ്മത്തായിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ അതിന് എന്ത് വേണ്ടി വന്നു? ഒരു സംഘടിതമായ നിലക്കുള്ള ഒരു പ്രവർത്തനം ആവശ്യമായി വന്നു. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടാനുള്ള കാരണം. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അന്ന് 100 വർഷങ്ങൾക്കപ്പുറം മഹാന്മാരാവുന്ന അന്ന് ജീവിച്ചിരുന്ന ഉഹ്റവിയാവുന്ന ഉലമാ അവരതിനെ എന്താക്കി, അങ്ങനത്തെ ഒരു സംഘടനയ്ക്ക് മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളും മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ രൂപം ആ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവർ തന്നെയാണ് ഇന്നും ഈ സംഘടനയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ നമ്മൾ കാണപ്പെടുന്നത്. കാരണം ഇത് നിയന്ത്രിക്കുന്നത് അവരാണെന്ന് നമ്മളെപ്പോഴും പറയലുണ്ട്. അത് ആരെങ്കിലുമൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിലും ഈ വിശ്വാസം അറിയാത്തവരത് പരിഹസിക്കും. മുഖദ്ദസ്താവുന്ന അറുവാഹികൾ അത് അവർ ഇതിനൊക്കെ നേതൃത്വം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെ നമ്മളൊക്കെ പറയലുണ്ട്. ഇത് എപ്പോഴും ഇതിനെ മഹത്തുക്കളാണ് ഇതിനെ നിയന്ത്രിക്കണതെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പരിഹസിക്കും. പരിഹസിക്കാതെ ആർക്കും എല്ലാം പരിഹസിക്കാമല്ലോ. ഇത് എന്ന് പറഞ്ഞ് ദീനിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. ദീൻ ഇവിടെ വന്ന അതിൻ്റെ ആരംഭം മുതൽ തന്നെ അതിനെ എതിർക്കുന്നതായ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ അമ്പിയാക്കന്മാരും ഇത് നേരിട്ടിട്ടുണ്ട്. മഹാനാവുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1000 കൊല്ലം ഇവിടെ ജീവിച്ചു. അതിന് 50 കൊല്ലം സുഭിക്ഷമായ വർഷം ഉണ്ടായിട്ടുള്ളൂ. അതാണ് പിന്നെ ഇല്ലാ 50 ആമ എന്ന് പറഞ്ഞു. 50 വർഷം അല്ലാത്ത 950 വർഷവും അത് വളരെ പ്രയാസകരമായ വർഷങ്ങളായിരുന്നു. വളരെ പ്രയാസകരമായ വർഷങ്ങൾ. അതാണ് ഇന്നി ദഅഅ്തു ഖൗമി ലൈലൻ വനഹാറ എന്നൊക്കെ പറഞ്ഞല്ലോ മൂപ്പര്. ഞാൻ രാത്രിയും പകലൊക്കെ ഇവരെ ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ദഅവത്ത് ഞാൻ നടത്തി. പക്ഷേ അവരെ ദഅവത്ത് കൊണ്ടൊരു കാര്യം, എല്ലാവരും ഓടിപ്പോവുകയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. മഹാന്മാരാവുന്ന പല അമ്പിയാക്കന്മാർക്കും ഈ ദഅവത്തിൻ്റെ മേഖലയിൽ അവർ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചില ആളുകളെ തീയിലിട്ടു. മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ പ്രയാസങ്ങൾ അവർ. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ അവർ അതിജീവിച്ചു കൊണ്ടിട്ട് അവർ എന്ത് ചെയ്തു? വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ നിലനിർത്താൻ ആവശ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇവിടെ കള്ള തരീഖത്തുകളും മറ്റുള്ള വിധേയ ആശയങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചതായ ആശയങ്ങളും ആദർശങ്ങളും ഒന്നും അല്ലത്. അപ്പോൾ അതിനെ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാർ ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അപ്പോൾ ഈ സംഘടനനെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന അമ്പിയാ ഔലിയാ ഇവർ മശായിഖന്മാർ ഇതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ സംരക്ഷണവും അവരുടെ മതമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ലേ മഹാന്മാരാവുന്ന ആളുകൾക്ക് അവരുടെ മരണത്തിൻ്റെ ശേഷം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണത്. ഹയാത്ത് കാലത്തുള്ള തസറുഫാത്തുകളേക്കാൾ മരണശേഷം ഇവിടെ ക്രിയവിക്രയം ചെയ്യാൻ കഴിയുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രിയവിക്രയം ചെയ്തില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രി തിരിച്ചു വരുമ്പോൾ അവിടെ ആരാണ്
പല ആവർത്തി റസൂലുള്ളാഹിനോട് പറഞ്ഞത് നിങ്ങൾ പോയി പറയും, ഇത് ജനങ്ങൾക്ക് കഴിയൂല, ഈ 50 വക്തായിട്ട് ഉൾക്കൊള്ളാൻ നിങ്ങൾ പ്രബോധനം ചെയ്യണേ, ഈ ജനങ്ങൾക്ക് അവരതിനെ ഉൾക്കൊള്ളൂല, അവരതിനെ സാധിക്കൂല. അതുകൊണ്ട് പറഞ്ഞ് ചുരുക്കിയത് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അതാരാണ് ഈ പണി ചെയ്തത്? മഹാനാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമല്ലേ. അതാണ് മഹാന്മാരാകുന്ന അമ്പിയാവ്. അങ്ങനെ അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും, അമ്പിയാകുന്നല്ല, മഹത്തുക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആര് മരണപ്പെട്ട് കഴിഞ്ഞാലും ആത്മാവിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ആ ആത്മാവ് ആ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയല്ല ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയാൽ, അത് ഏത് ആത്മാവായാലും വേണ്ടില്ല. പക്ഷേ മുഖദ്ദസ്തായ അറുവാഹുകളാവുമ്പോൾ ആ അറുവാഹുകൾ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ ആ ആത്മാക്കൾക്ക് പ്രത്യേകമാവുന്നതായ തസറുഫാത്തിലേക്ക് കഴിയും. ആ തസറുഫാത്ത് അവരുടെ മരണശേഷം അവർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് അവർ സ്ഥാപിച്ചതായ സംഘടനകളും. ആ സംഘടനകളുടെ മേൽ അവരെ പ്രത്യേകമാവുന്ന ഒരു നോട്ടുണ്ടാവും. ആ സംഘടന അവർ സ്ഥാപിച്ചത് വളരെ നല്ല ഉദ്ദേശം വെച്ചിട്ട് സ്ഥാപിച്ചതായിരിക്കും, മഹത്തുക്കൾ സ്ഥാപിച്ചതല്ലേ. ആ സംഘടനയ്ക്ക് ഏതെങ്കിലും നിലക്കുള്ള പോർലേൽക്കാൻ അവർ സമ്മതിക്കൂല, അവരതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ സംരക്ഷണമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു സന്ദേശയാത്ര ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. ആ സന്ദേശയാത്ര നടത്തുമ്പോൾ ഇത് കന്യാകുമാരി മുതൽ ഇന്നേ വരെ ഉണ്ടായ എല്ലാം ഒന്നൊന്നിനെ കവച്ചു വെക്കണ നിലക്കുള്ളതായ ജനബാഹുല്യവും ജനപ്രാതിനിധ്യവും അതോടൊപ്പം ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലനിൽപ്പ് ആവശ്യമാണെന്ന് അവർ പ്രസംഗിക്കുകയും ചെയ്തു. അത് നമുക്ക് ആവശ്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിവിടെ വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ ഭൗതികമായ നിലക്കുള്ള ചില സഹായങ്ങളും ചിലപ്പോൾ നമുക്ക് ആവശ്യമായി. അത് ചില ഭൗതികമായ സഹായങ്ങളെന്ന് പറഞ്ഞാൽ പണം കൊണ്ടുള്ള സഹായമാണ്. ആ സഹായിച്ചവർക്ക് ചിലപ്പോൾ അത് ഭൗതികമായ ഒരു സഹായം മാത്രമല്ല, അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ ലഭിക്കപ്പെടുകയും ചെയ്യും. ചിലത് വേറെ ചില ഭൗതികമായ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരേണ്ടി വരും. അതിന് നമുക്കിവിടെ അത് ചെയ്യണവരെ നമുക്ക് ആവശ്യമാണ്. അതാണ് എല്ലാ ആളുകളോടും നമുക്ക് പറയാനുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും വേണ്ടില്ല, ഏത് മതത്തിൻ്റെ ഉടമകളായാലും വേണ്ടില്ല, എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സഹായിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ആവശ്യമാവുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു തരാം. വെറും മുസ്ലിങ്ങളെ ആത്മീയമായി ഉദ്ധരിക്കുക മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതാണിപ്പോൾ വോട്ട് രേഖപ്പെടുത്തണം. വോട്ട് ലിസ്റ്റിൽ പേരില്ലാതുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ട് നമ്മളെ പേരതിലുണ്ടായില്ല എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ആവശ്യമായ രേഖകൾ സംഘടിപ്പിച്ച് അത് വോട്ട് ലിസ്റ്റിൽ നമ്മളെ പേര് ചേർക്കപ്പെടാൻ വേണ്ടിയുള്ള അതിൻ്റെ 2 or 3 അതിൻ്റെ ഇനിയും സമയങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് ആ സംഗതി നമ്മൾ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടണം, മനുഷ്യ സൗഹാർദ്ദങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം, സ്നേഹം മറ്റുള്ളതായ മനുഷ്യ സ്നേഹം ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇതിനൊക്കെ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇവിടെ വിശുദ്ധമാവുന്നതായ ആത്മീയതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭൗതികമായി ആവശ്യമുള്ളതായ വിദ്യാഭ്യാസങ്ങളും നടത്തപ്പെടണം എന്നാണ്. അതിനു വേണ്ടിയുള്ളതായ സംവിധാനങ്ങൾ ഒരുക്കണം എന്നാണ് ഭരണഘടനയിലുള്ളത്. പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസം നമ്മൾ നൽകുമ്പോൾ അത് ആത്മീയതയെ നഷ്ടപ്പെടുന്ന തലക്കുള്ളതാവാൻ പാടുള്ളതല്ല. അതാണ് ആത്മീയതയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം. ഭൗതികമായ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിർത്തിട്ടില്ല. സ്ത്രീ വിദ്യാഭ്യാസം ആവശ്യമാണ്. സ്ത്രീകൾക്ക് ഇന്ന് വിദ്യാഭ്യാസം നൽകപ്പെടുന്നതായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അവിടെയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായതായ ചില നിബന്ധനകൾ വിശുദ്ധ ശരീഅത്തിലുണ്ട്. ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാവണം സ്ത്രീകൾക്ക്. അത് പറഞ്ഞപ്പോൾ ഇന്നാണ് ഞാനത് ചില പ്രത്യേകമാവുന്ന അതിർവരമ്പുകളും ചില നിയമങ്ങളും ഒക്കെ അതിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് പിന്നെ പറയാൻ തുടങ്ങി. അതിനൊരു മോശമായി ചിത്രീകരിച്ചിട്ട് അപ്പോൾ ഒരു നിലക്കുള്ള അതിർവരമ്പില്ലാതെ സ്ത്രീകൾ അവരാവശ്യമുള്ള വിദ്യാഭ്യാസത്തിന് തുറന്നു വിടണം എന്നല്ല സമസ്ത പറയുന്നത്.
സ്ത്രീൻ്റെ സുരക്ഷിതത്വമാണ് വിശുദ്ധമാവുന്നതായ ദീന് പറയുന്നത്. സ്ത്രീൻ്റെ സുരക്ഷിതത്വം, അവളുടെ മാന്യത, അവളുടെ സുരക്ഷിതത്വം, അവൾക്കുള്ളതായ അവളോട് ബന്ധപ്പെട്ടതായ മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാവണം അവർക്ക് വേണ്ടതായ അവളെ ചില ശരയ്യാവുന്ന ചില ഹുക്കുമുകളിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീനെ ഒഴിവാക്കി നിർത്തി. എന്താ കാരണം? സ്ത്രീ അതിന് പറ്റാത്തതുകൊണ്ടല്ല. ഇപ്പോൾ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അത് പറ്റാത്തതുകൊണ്ടാണ് അല്ല. പക്ഷെ എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്കുള്ളതായ മാന്യത സംരക്ഷിക്കപ്പെടണം, സ്ത്രീകൾക്കുള്ളതായ മറ്റുള്ള എല്ലാ നിലക്കുള്ള സംരക്ഷണം നൽകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരെ വീടാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടപെട്ടുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് പഠിച്ചു, സഹാബത്തിൽ നിന്ന് താബീങ്ങൾ, അങ്ങനെ പരമ്പരാഗതമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കെട്ടുകഥല്ലത്. ഇത് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ആശയങ്ങളും ആദർശങ്ങളുമാണ്. അങ്ങനെ പറയുമ്പോൾ ചിലർ പറയുന്നത് ഈ പരമ്പരാഗതമായി കിട്ടിയതാണോ? പരമ്പരാഗതമായി തന്നെയാണ് കിട്ടേണ്ടത്. പരമ്പരാഗതമായി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ പരമ്പരയിൽ കൂടിയാണ് ഇതൊക്കെ ലഭിക്കപ്പെട്ടത്. അതുകൊണ്ടല്ലേ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ളൊരു തകരാറ് അയാൾക്ക് ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടാൽ അയാൾ കൊള്ളാത്തവനാണെന്ന് പറയുമല്ലോ. എന്താ കാരണം? ഇത് പരമ്പരയിൽ കൂടിയാണ് ഇത് ലഭിക്കപ്പെടുന്നത്. പക്ഷേ ലഭിക്കപ്പെടുന്ന പരമ്പര അത് വിശുദ്ധമായ പരമ്പര. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് നമ്മുടെ ദീൻ രക്ഷിക്കാനുള്ളതായ ഒരു സംഘടനയാണ്. മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമ പറയുന്നത് പോലെ ഇത് ആഖിറത്തിലേക്കുള്ളതായ ഒരു പാലാണ് എന്ന് മാത്രമല്ല, മഹാന്മാരാവുന്നതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ, ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയവർ അവർ കൈ പിടിച്ച് നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകും. അപ്പം അതിൽ യാതൊരു സംശയമില്ല. നമ്മളതിന് അർഹത അല്ലെങ്കിൽ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ ഈ മഹത്തുക്കളാവുന്ന ആളുകളുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആഖിറം രക്ഷപ്പെടുന്നവർക്ക് ഈ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നമ്മളെ അമലുകൾ സഹിയായ അമലുകളാവണം, അതിൻ്റെ നിബന്ധനൊത്ത അമലുകളാവണം. അതല്ലാത്ത അമലുകൾ നമ്മളിതുണ്ടായി തീർന്നാൽ അത് ആ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ അവരെ വിശ്വാസം സംരക്ഷിക്കുക, അവരുടെ അമലുകൾ അത് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാവാൻ പറ്റിയതായ അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുക, അവർക്കുള്ളതായ ആചാരങ്ങൾ, അത് ആചാരങ്ങൾ പല ആചാരങ്ങളുണ്ടാവും, അടിസ്ഥാനമില്ലാത്ത ആചാരങ്ങളുണ്ടാവും. അങ്ങനത്തെ ആചാരങ്ങൾ ആചാരമായി സ്വീകരിക്കണം എന്നല്ല സമസ്ത പറയുന്നത്. അടിസ്ഥാനപരമായി സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ വ്യക്തമായ ലക്ഷ്യങ്ങളിൽ കൂടി സ്ഥിരപ്പെടപ്പെട്ടതായ സംഗതികൾ, അങ്ങനത്തെ ആചാരങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു ചീര ഉണ്ടാക്കി ഒരു പ്രത്യേക ദിവസം പള്ളിയിലേക്ക് കൊടുത്തേക്കാം. അത് മുസ്ലിയാന്മാർക്ക് തിന്നാൻ വേണ്ടിയാണ്, മല്ലാന്മാർക്ക് തിന്നാൻ വേണ്ടിയാണെന്നൊക്കെ പരിഹസിച്ച് നടക്കുന്നവരുണ്ടല്ലോ. അതൊരു ശരിയായ ആചാരമാണത്. റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനത്തെ ഒരു ആചാരം ഉണ്ടായിരുന്നു. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, കാനത്ത് ഫീന ഇംറാത്തു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളെ പണി എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച ദിവസമായാൽ അവളെ തോട്ടത്ത് പോകും. ആ തോട്ടത്തേക്ക് വെള്ളം പോണ ആ ചാലിൻ്റെ രണ്ട് ഭാഗത്തും അവൾ നട്ടുപിടിപ്പിച്ച ചീരപ്പുല്ല് പോലാത്തൊരു സാധനമുണ്ട്. അത് അരിഞ്ഞു കൊടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് മാംസവും പൊടിയും മധുരമൊക്കെ കൂട്ടിയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നിട്ട് പള്ളീൻ്റെ മുറ്റത്ത് ഇരിക്കുമെന്നാണ് പറയണത്. ജമാഅത്തും ജുമാഅത്തും പങ്കെടുക്കുന്നതല്ല. അവിടെ ഇരുന്നിട്ട് ആ പെണ്ണ് എന്താവും എന്ന് അറിയോ, സഹാബത്തൊക്കെ പറയും, കുന്നാന തമന്ന യൗമൽ ജുമുഅൻ, ജുമുഅ ദിവസം ആയാൽ വേണ്ടിയില്ല എന്ന് ഞങ്ങൾ കൊതിക്കാറുണ്ടായിരുന്നു. അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയോ, ജുമുഅ ദിവസം പുണ്യമായ ദിവസം തന്നെയാണ്. ആ പുണ്യമായ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യുക, അതിന് മാത്രമല്ല ലി തുആമിഹ എന്ന ഈ പമ്പർന്നോട് കൊണ്ടുവരുന്നതായ ഈ പലഹാരം അത് തിന്നാൻ വേണ്ടിയിരുന്നു. എന്നിട്ട് സഹാബത്ത് പറയുകയാണ്, പള്ളറക്കാനൊന്നും കിട്ടൂല, തോണ്ടി നാമാക്കാനൊക്കെ ചമ്മന്തി നാമാക്കണമായിരിക്കും, തോണ്ടി നാമാക്കാനേ കിട്ടുള്ളൂ. എന്നാൽ ജുമാ ഇരിച്ചാൽ ഞങ്ങളെല്ലാവരും കുന്നാൻ ഉസല്ലിബു അലിഹ, അവൾക്ക് സലാജ് എല്ലാം പോവും. എന്നിട്ട് അവൾ ആ കുടുക്കയ അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്നിട്ട് വെല്ലൊന്നിങ്ങനെ തൊട്ട് താമക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഇത് സഹാബത്തിൻ്റെ കാലത്തുള്ള പണിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ?
പുണ്യമായ ദിവസങ്ങളിൽ പള്ളിയിലേക്ക് ചീർത്തി കൊടുത്തയക്കണം എന്നാണ്. അല്ലെങ്കിൽ നബിക്ക് അന്ന് എതിർത്തൂടെ പെണ്ണയച്ചതായിട്ട് വരരുന്നത്, ഇനി ഈ ആഴ്ച വന്നു അടുത്ത ആഴ്ച വരരുന്നത്. ഇങ്ങനെ ഈ സംഭവം തുറന്നു പോയാൽ ഇവിടെ എന്താ ഉണ്ടാവലെന്നറിയോ? എൻ്റെ ഉമ്മത്തിൽ മുജിത്തൈദികളാവുന്ന ഇമാമിയങ്ങളുണ്ടാവും, അവർ മനസ്സിലാക്കും അങ്ങനെ പുണ്യമായ ദിവസത്തിൽ ചീഞ്ഞു കൊടുക്കൽ നല്ലതാണെന്ന്. പിന്നെ അതൊരു പതിവായി കൊണ്ട് മാറും. അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കരുതെന്നല്ലേ പറയേണ്ടത്? റസൂലുള്ളാഹി പെണ്ണിനെ നിരോധിച്ചോ? ഈ പെണ്ണിന് പണി എല്ലാ വെള്ളിയാഴ്ചയായിക്കാണെങ്കിലും പലഹാരമായിട്ട് പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുണ്യമായ ദിവസങ്ങളിൽ നമ്മളൊക്കെ ഇവിടെ റജബ് 27, റമദാൻ 27, ബറാഅത്തിൻ്റെ രാവിലൊക്കെ പള്ളിയിലേക്കൊരു ശാപ്പാട് കൊടുത്തേക്കും. അത് പള്ളിയിൽ അത് വിതരണം ചെയ്യും. ആളുകൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യും, കൊടുത്തയച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതൊരു നല്ലൊരു ആചാരമാണത്. അപ്പം ഇങ്ങനത്തെ ഈ അടിസ്ഥാനപരമായി തെളിയിക്കപ്പെട്ടതായ ആചാരങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ ആചാരങ്ങൾ ഇവിടെ നിലനിർത്തണം. അതും ദീനിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സാമുദായിക അതുപോലെ തന്നെ മതപരമായ മറ്റ് മനുഷ്യപരമായ എല്ലാ കാര്യങ്ങളിലും അതിൽ വിശുദ്ധമാവുന്ന ഇസ്ലാമിക്ക് പ്രത്യേകമാവുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നതും. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ആ ഭരണഘടനയും മഹാന്മാരാവുന്ന മശായിഖന്മാർ അതുപോലെയാണ് ഇതിനെന്തായിട്ടുള്ളത്. അതിനനുസരിച്ച് കൊണ്ടിട്ട് വരാൻ പോണ കാര്യങ്ങൾ പോലും മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഭരണഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അപ്പോൾ അത്രയും വിശുദ്ധന്മാരാവുന്ന ആളുകൾ സ്ഥാപിച്ചതായ ഈ സംഘടനൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഈ സംഘടനയെ എല്ലാവരും സ്നേഹിക്കണം. ഇവിടുത്തെ എല്ലാ വിഭാഗക്കാരുടെയും എല്ലാവരുടെയും സ്നേഹവും ആദരവും ബഹുമാനവും സഹായവും ഒക്കെ. കാരണം വിശുദ്ധമായ ദീൻ ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആലിമ്യങ്ങൾ വേണം, പ്രമുഖർ വേണം, കഴിവുള്ള ആളുകൾ വേണം, കഴിവില്ലാത്ത ആളുകൾ വേണം. അങ്ങനെ ഈ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും കൂടി ഉണ്ടാകുമ്പോൾ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ. അതാണ് ദീൻ നിലനിൽക്കുക. റസൂലുള്ളാഹിയുടെ കാലത്ത് അങ്ങനെയല്ലേ? ഈ സ്വഭാവങ്ങളിൽ നിന്നുള്ള പലതും ഈ വിശേഷണങ്ങളിൽ നിന്നുള്ള പലതും റസൂലുള്ളാഹിയിൽ അത് ഒരുമിച്ച് കൂടിയിരുന്നു. അതല്ലാത്ത പലരും ധനാഢ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ധനം ഉപയോഗപ്പെടുത്തി. അതുപോലെ മുശാവറ ചെയ്യാനും അന്വേഷിക്കാനും പറ്റുന്നതായ പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചു. ഒന്നുമല്ലാത്ത സാധുക്കളായ ആളുകളുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചു. കാരണം ദീനിൻ്റെ നിലനിൽപ്പിന് അതൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ കണ്ടില്ല നമ്മളെ വിഖായൻ്റെ ഈ പ്രവർത്തകർ, അവരൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനം നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ പ്രയാസം തോന്നുകയാണ്. കാരണം അവർ വളരെ അവരെ ശരീരം പണയം വെച്ചുകൊണ്ടിട്ടാണ് ആ ജാഥയിലൊക്കെ റോഡിന് നടുക്ക് നിന്നുകൊണ്ടിട്ട്. ഞാൻ അവരോട് പറയലുണ്ട്, നിങ്ങൾ എന്തെങ്കിലും രാത്രി ലേറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശരീരം കാണുന്ന നിലക്കുള്ള ഒരു അടയാളം, അത് എന്തെങ്കിലും സാധനങ്ങൾ ശരീരത്തിൽ പതിക്കണം, ആ കുപ്പായത്തിൽ പതിക്കണം എന്നുള്ളത്. കാരണം വരുന്ന വണ്ടികളൊന്നും ഇത് കാണൂല. അപ്പം അങ്ങനെ ഇങ്ങനത്തെ എല്ലാവരുടെ പ്രവർത്തനം ഉണ്ടാകുമ്പോഴേ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ. അല്ലാഞ്ഞാൽ ഇവിടെ വെറും മുതലാളിമാർ മാത്രം ഉണ്ടായ ദീൻ നിലനിൽക്കുമോ? വെറും നമ്മളെ ആലിമീങ്ങൾ മാത്രം ഉണ്ടായ ദീൻ നിലനിൽക്കുമോ? ഇവിടുത്തെ മറ്റുള്ളതായ ഉമറാ മാത്രം ഉണ്ടായ ദീൻ നിലനിൽക്കുമോ? നിലനിൽക്കൂല. ദീൻ നിലനിൽക്കണമെങ്കിൽ ഇതെല്ലാം വേണം. അപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനവും സഹകരണവും ഒക്കെ ഉണ്ടായാൽ ദീൻ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെ സഹായവും എല്ലാവർക്കുള്ളതായ പ്രവർത്തനവും എല്ലാവർക്കുള്ളതായ എല്ലാവരുടെയും സ്നേഹവും ഒക്കെ ഈ സംഘടനയോട് എന്നും ഉണ്ടാവണം. ഈ സംഘടനയെ ആ നിലക്ക് സ്നേഹിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അത് ചെയ്തു തരണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട്, അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വിശുദ്ധമാവുന്നതായ ഈ ആശയങ്ങൾ, അതുപോലെ തന്നെ ഈ ആദർശങ്ങൾ, ഈ നിലപാടുകൾ, ഈ അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന ഏതെങ്കിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ അടിസ്ഥാനമായി സ്ഥിരപ്പെട്ട ആചാരങ്ങൾ, അതിനെ ആരെതിർത്താലും അതിന് ഞങ്ങൾ എപ്പോഴും എതിർക്കും. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിട്ട് വരുന്ന സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കുക, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. 4 മുതൽ 8 വരെയാണ്. അതിന് 4 ദിവസം ബാക്കി ക്യാമ്പുകളുണ്ട്. മറ്റേ 8-ാം തീയതിയാണ് അതിൻ്റെ സമാപന സമ്മേളനം. അന്ന് വിദേശത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വിജയമാക്കി തരട്ടെ. അതിനുവേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഇതിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ച ആളുകളോട് നന്ദി എന്നുള്ള വാക്കിൽ മാത്രം നമ്മൾ ചുരുക്കണില്ല. അവർക്ക് എല്ലാ നിലക്കുള്ളതായ ഹൈറും ബർക്കത്തൊക്കെ അള്ളാഹു നൽകട്ടെ. ഇവിടെ സംഭാവന ചെയ്തവരുണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, മറ്റ് പല നിലക്കും ഇതിനോട് സഹകരിച്ചവരുണ്ട്. അവർക്കൊക്കെ ഹൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതൊരു സാലിഹായ അമലായും കൊണ്ട് നമുക്കുള്ള ആ നന്മയുടെ റെക്കോർഡിൽ അള്ളാഹു അതിനെ രേഖപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജമൽ ലൈലി തങ്ങൾ ഒരു ചെറിയ ദുആ ദ്വാരക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല